ഇന്ന് രാത്രി നമ്മൾ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. ലെറ്റ്സ് ഓൾ ഓപ്പൺ ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് ഫ്രം 31 to 34. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം, വേഴ്സസ് ഫ്രം 31 through 34. വായിച്ചോളൂ. Gospel according to Luke chapter 22 verse 31 to 34. Strengthen your brothers. Peter said to him, Lord, I am ready to go with you both to prison and to death. Jesus said, I tell you, Peter, the rooster will not crow this night until you deny 3 times that you know me. ഈ സുവിശേഷത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. കർത്താവ് കാൽവറി ക്രൂശിലേക്ക് കയറി പോകുവാൻ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോൾ എല്ലാ പിതാക്കന്മാരും മാതാക്കളും മനുഷ്യരും ചെയ്യുന്നത് പോലെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തി ഏറ്റവും അവസാനമായി ചെയ്യുന്നത് താൻ വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യും. താൻ വീട് വിട്ടു പോകുമ്പോൾ, നാട് വിട്ടു പോകുമ്പോൾ, ലോകം വിട്ടു പോകുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ താൻ ഇവിടെ നിന്ന് പോകാൻ സമയമായി എന്ന് ബോധ്യമാകുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ സെറ്റിൽ ദ മാറ്റേഴ്സ് ബിഫോർ ദേ ലീവ് ദ വേൾഡ്. അതേ ഒരു അധ്യായമാണ് ഈ അധ്യായം. God is settling the matters among the disciples, right? And God was with them for more than 3.5 years. And God was ministering with them. God was involved with their personality development and about their ministry and for preparing them for a spiritual warfare. And God was training them to become a disciple since 3.5 years. But now Jesus is about to leave this world. That particular time, Jesus has called disciple Peter and having a very, very serious encounter with him. അതാണ് 31 to 34 നമ്മൾ കാണുന്നത്. ആ വായിച്ച വാക്യം അങ്ങനെയാണ്: ഷീമോനെ ഷീമോനെ, പത്രോസ്, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവം ഒരു സ്പിരിച്വൽ വാർഫെയർ പത്രോസിൻ്റെ പിന്നിൽ നടക്കുന്നത് കണ്ടിട്ട് അവനെ വാൺ ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ആ വായിക്കുന്ന വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ആ അധ്യായത്തെക്കുറിച്ച് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. യേശു കർത്താവ് കാൽവറി ക്രൂശിലേക്ക് ക്രൂശിതനാകാൻ വേണ്ടി അക്കരെ നടന്നു പോകുകയാണ്. ഒറ്റയ്ക്ക് ക്രൂശ് ചുമക്കാൻ വേണ്ടി പ്രിപ്പയർ ഹിംസെൽഫ് ഫോർ ബീങ് ക്രൂസിഫൈഡ്. അതാണ് ഒന്നാമത്തെ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രൂശിക്കപ്പെടുവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ കാണുന്നത്, സ്തോത്രം, ഒന്നും മനസ്സിലാകാത്ത ശിഷ്യന്മാരെന്ത് ചെയ്യാന്നറിയോ? ആ അധ്യായം ഞാൻ പറയുന്നത് ചാപ്റ്റർ 23 കുറിച്ച് പറയുകയാണ്, 22 കുറിച്ച് പറയുകയാണ്. ഒന്നും മനസ്സിലാകാത്ത ശിഷ്യന്മാർ യേശുവിന് വേണ്ടി പെസഹ ഒരുക്കുവാൻ എവിടെ പോയിരിക്കുകയാണ്? മാളികമുറി തപ്പിപ്പോയിട്ട് അവരവിടെ പെസഹ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയം, അല്ലേ? എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഈ 12 ശിഷ്യന്മാരുടെ ഇടയിൽ ദേ ആർ ഹാവിങ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഈച്ച് അതർ ടു ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ബിഗർ ടു അനദർ, ഹൂ ഈസ് എ ഗ്രേറ്റർ പേഴ്സൺ എമോങ് ദം. ആരാണ് വലിയവൻ എന്നറിയാൻ വേണ്ടിയുള്ള കോൺഫ്ലിക്ട്സ് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം അവിടെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിലൂടെ റോമ ഗവൺമെൻറ് യേശുവിനെ പിടിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ രാത്രി യേശുവിനെ പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതൊന്നിനേക്കാൾ ഏറ്റവും സങ്കടകരമായ കാര്യം എന്നറിയാമോ? 3.5 വർഷം ഒരുമിച്ച് കൂടെ നടന്ന ആ ശിഷ്യൻ യൂദ, ആ യൂദ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ഓൾറെഡി അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞു.
റോമ ഗവൺമെൻറ്റിൻ്റെ നിന്ന് അഡ്വാൻസ് മേടിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ യേശുവിൻ്റെ ആ മനോഭാവം ചിന്തിച്ച് നോക്കി. ഒരു വശത്ത് കൂടെ നടന്ന ശിഷ്യൻ ചീറ്റ് ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ച് വെച്ചിരിക്കുന്നു, മറുവശത്ത് ആ 3.5 വർഷം നടന്ന് ശുശ്രൂഷിച്ച ആ ദേശത്ത് തന്നെ എല്ലാവരുടെയും മുമ്പിൽ ദൈവപുത്രനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് യേശു അവിടെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവാണ്. പബ്ലിക് പ്രോസിക്യൂഷൻ നടക്കാൻ പോവാണ് യേശുവിൻ്റെ പേരിലുള്ളത്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന് മനസ്സിലായി മൈ ടൈം ഈസ് കൗണ്ട് ഡൗൺ ഹാസ് ഓൾറെഡി ബിഗാൻ. എൻ്റെ മണിക്കൂറുകൾ തീരാൻ പോവാണ്. ഞാൻ ഏതാനും മിനിറ്റുകൾക്കകത്ത് ഇവരെ വിട്ടു പോകാൻ പോവാ. ഇതൊന്നും മനസ്സിലാകാത്ത ഒരു കൂട്ടം ശിഷ്യന്മാർ പെസഹ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ മരണവെപ്രാളത്തിൽ യേശു ഓടി നടക്കേണ്ടതിന് പകരം യേശു പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഷീമോനെ ഷീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചിന്തയുണ്ട് ആ വേദഭാഗത്ത് നിന്ന്. ഹല്ലേലൂയ. യേശു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ചിന്തിച്ചു. യേശു റോമ ഗവൺമെൻറ്റിനെ കുറിച്ച് അപ്പം ചിന്തിച്ചില്ല, യേശു തൻ്റെ അറസ്റ്റിനെ കുറിച്ച് അപ്പം ചിന്തിച്ചില്ല. യൂദ ഒറ്റിക്കൊടുത്തിട്ട് യേശുവിന് തകർക്കപ്പെടാൻ പോവുകയാണെന്ന് യേശു ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അവൻ്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടു എന്ന് യേശു ചിന്തിച്ചില്ല. യേശു ആദ്യം ചിന്തിക്കുന്നത് എന്നാണെന്നറിയാമോ? താൻ വളർത്തിയെടുത്തതും താൻ ആത്മാവിനെ പകർന്നതും താൻ ഇൻവെസ്റ്റ് ചെയ്തതും താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതുമായ തൻ്റെ ചങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോൾ അവനെ കർത്താവ് അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ അപേക്ഷിക്കുകയായിരുന്നു. എന്താണ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പാസേജ്? God is so concerned about each and every individual sitting here in this church. Hallelujah. നമ്മൾ ആരും കർത്താവിന് വില കുറഞ്ഞവരല്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതം യേശുവിന് വില കുറഞ്ഞതല്ല. നമ്മുടെ സങ്കടങ്ങൾ അവൻ കാണാതെ പോകുന്നില്ല, നമ്മുടെ ബന്ധനങ്ങൾ യേശു കാണാതെ പോകുന്നില്ല, നമ്മുടെ സ്പിരിച്വൽ വാർഫെയർസ് കർത്താവ് കാണാൻ പോകുന്നില്ല. God is so concerned about our personal life. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ പറ്റും? നമ്മൾ അൺഅവെയറായിട്ടിരിക്കുമ്പോഴും മറ്റെവിടെയോ നടക്കുന്ന ആത്മീയ യുദ്ധങ്ങളിൽ ദൈവം കൈകടത്തിയിട്ട് പറയാണ്, ഷിമോനെ, നിന്നെ രക്ഷിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഐ ഹാവ് ടു വാൺ യു അബൌട്ട് സംതിങ്, ബിക്കോസ് ഇഫ് യു ഡു നോട്ട് കെയർ അബൌട്ട് മൈ വേർഡ്സ്, യു ആർ ഗോയിങ് ടു ഫോൾ ഡൗൺ ഇൻ ടു എ ഗ്രേറ്റ് പിറ്റ്. യു ആർ ഗോയിങ് ടു ഫേസ് എ ഗ്രേറ്റ് ഡേഞ്ചർ. ഇന്ന് രാത്രി ഈ 2024 അവസാനത്തെ ദിവസങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനും ഒരു ദൂതുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾ നാം വിലയോടുകൂടെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വലിയൊരു അപകടത്തെ നാം ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. യേശു പത്രോസിനെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയുവാൻ ഹല്ലേലൂയ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഇവിടെ ഒരു ആത്മിക യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാത്താൻ യേശുവിനോട് അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞാൽ പത്രോസ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫിഗറാണ് സാത്താൻ. പത്രോസ് യേശുവിനെ നന്നായിട്ട് അറിയാം, പത്രോസിന് യൂദയെ നന്നായിട്ട് അറിയാം, പത്രോസിനെ അടിക്കുന്ന കൊടുങ്കാറ്റുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം, വെള്ളത്തിൽ മുക്കിക്കളയുന്ന കാറ്റിനെ കുറിച്ച് പത്രോസിന് അറിയാം, ഉയർന്നു വരുന്ന തിരമാലകളെ കുറിച്ച് പത്രോസിന് അറിയാം, ഇടത്തും വലത്തും ഇരിപ്പാൻ യേശുവിനോട് അനുവാദം ചോദിക്കുന്ന വഴക്കുണ്ടാക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. അപ്പം വിളമ്പുന്നവരെ കുറിച്ച് അറിയാം, എല്ലാം അറിയാം. പക്ഷേ പത്രോസ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില യുദ്ധങ്ങളെ കുറിച്ച്, പത്രോസ് ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ആത്മിക യുദ്ധങ്ങളെ കുറിച്ച് യേശു അവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ മെസ്സേജ് നിങ്ങളോട്? നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, നമുക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും, നാം ഒരു ആത്മിക യുദ്ധത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ വാർഫെയർ ഈസ് റിയൽ. ആത്മിക യുദ്ധം എന്ന് പറയുന്നത് റിയലാണ്. നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും യേശുവിന് മാത്രം കാണാൻ കഴിയുന്ന ചില ആത്മീയ യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Among Pentecostal tradition, among Pentecostal churches, if we take into consideration, there are two types of extremists are living in among charismatic group, right? There are two types of extremists. ഒന്നാമത്തെ എക്സ്ട്രീമിസം എന്ന് പറയുന്നത്, ചിലർ പോരാട്ടങ്ങളിൽ വിശ്വസിക്കുന്നതേയില്ല, ചില സാത്താനിൽ വിശ്വസിക്കുന്നതേയില്ല. അവർ പറയുന്നത് എവറിത്തിങ് ഈസ് നോർമൽ. അവർ പറയുന്നത് there is nothing like supernatural, everything is natural. ഒന്നും പോരാട്ടമല്ല, എല്ലാം നാച്ചുറലി സംഭവിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു എക്സ്ട്രീമുണ്ട്, അവർ തുമ്മുന്നത് പോലും പോരാട്ടമാണെന്ന് പറയുന്നവരാണ്. ഹല്ലേലൂയ. കാക്ക മലന്ന് പറഞ്ഞാൽ അത് പോരാട്ടം, കാക്ക നേരെ പോയാൽ അത് പോരാട്ടം, കാക്ക വന്നില്ലെങ്കിൽ അത് പോരാട്ടം, പാസ്റ്റർ നിർത്താതെ പോയാൽ അത് പോരാട്ടം, കൊച്ചു സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചാൽ അത് പോരാട്ടം. എന്തിലും സാത്താനെ തപ്പുന്നവർ, they turn out every stones to find out if there is a demon inside that stone.
അങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിസവും പെൻഡകോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. There are two types of people. Somebody is, some people are least bothered about demonic activities, least bothered about spiritual warfare, least bothered about spiritual attack, least bothered about, to be in spirit, but some others are extreme into this. But യേശു പറയുന്നത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏതു ദൈവ പൈതലും ഒരു ആത്മീയ യുദ്ധത്തിലൂടെ കടന്നു പോവുകയാണ്. യേശു പത്രോസിനെ അടുത്ത് വിളിക്കുകയാണ്. യേശു അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, പത്രോസേ, നിന്നെക്കുറിച്ച് സാത്താൻ എന്നോട് വില ചോദിക്കുകയാണ്. ഒന്നാമത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, യേശു പത്രോസിനെ അടുക്ക വിളിച്ചിട്ട് പത്രോസേ 2 വട്ടമാണ് ഇവിടെ വിളിക്കുന്നേ. എല്ലാ ഇടങ്ങളിലും യേശു ഒരാളെ പല പ്രാവശ്യം വിളിച്ചതിനെ കുറിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചിലയിടങ്ങളിൽ ഗാഡ് ഈസ് റിപ്പീറ്റിംഗ് ദ നെയിം ആൻഡ് ടു കോൾ ദം. എപ്പോഴെല്ലാം ദൈവം വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ വിളിക്കുന്നു, അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണെന്നാണ് ഹീബ്രു ഭാഷ അഥവാ അരാമിക് കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആരെയെല്ലാം ദൈവം കൂടെ വിളിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദൈവത്തിന് കൊടുക്കാനൊരു മുന്നറിയിപ്പുണ്ട്. ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ളപ്പോഴാണ് കൂടെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഈ 2024 ജനുവരി മാസം മുതൽ ഇന്ന് ഡിസംബറിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിച്ചവരാണ്, പലപ്പോഴും നിങ്ങൾ ദൈവശബ്ദം കേട്ടവരാണ്, പലപ്പോഴും ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്. എന്തിനാണെന്നറിയാവോ? നിങ്ങളെ വാലല്ല തലയാക്കുമെന്ന് പറയാനല്ല. നിങ്ങൾ ചിന്തിക്കാതിരുന്നപ്പോഴും നിങ്ങൾ നനയ്ക്കാതിരുന്നപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. നാം അറിയാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ നടന്നത്. ഹല്ലേലൂയ. നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം വീണ്ടും കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. വീണ്ടും റീവിസിറ്റ്. നമുക്ക് ചിലപ്പോഴൊക്കെ ബോറടിക്കും. ഹലോ എല്ലാ ആഴ്ച എന്തിനാ മെസ്സേജ്, എല്ലാ ആഴ്ച എന്തിനാ പ്രാർത്ഥന, എല്ലാ ബുധനാഴ്ച എന്തിനാ ദൈവശബ്ദം? ഞാൻ പറയാം, ഒരു 24 മണിക്കൂർ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കിയേ, ദൈവ സാന്നിധ്യത്തിൽ നിന്നൊന്ന് മാറി നോക്കിയേ, പിശാച് നമ്മളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദൈവം നമ്മളെ വീണ്ടും വിളിക്കുകയാണ് അവനോട് ചേർന്നിരിക്കാൻ. ഒന്ന് കേട്ടെ, ഇവിടെ പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ, എന്നെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. ഞാൻ ചോദിക്കട്ടെ, സാത്താൻ എപ്പോഴാ പത്രോസിൻ്റെ അടുത്ത് വന്നേ? എപ്പോഴാ പത്രോസിനെ കുറിച്ച് യേശുവിനോട് ബാർഗെയിൻ ചെയ്തേ? യേശുവിനെ വിട്ടുപോയപ്പോഴല്ല, യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ, കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ പിശാച് ബാർഗെയിൻ ചെയ്യാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഏത് സമയത്തും സാത്താൻ നമ്മളെ ആക്രമിക്കാം, ഏത് സമയത്തും പിശാച് നമ്മളെ നശിപ്പിക്കാം. ദൈവത്തോട് കൂടെ ഇരുന്നു എന്ന കാരണത്താൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന കാരണത്താൽ, അന്യഭാഷകൾ പറയുന്നു എന്ന കാരണത്താൽ, പ്രസംഗിക്കുന്നു എന്ന കാരണത്താൽ, എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുന്നു എന്ന കാരണത്താൽ പിശാച് നമ്മളെ ആക്രമിക്കില്ല എന്ന് വരികയില്ല. ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും അവൻ വെള്ളത്തിൻ്റെ മേൽ ചവിട്ടി മറ്റൊരു ശിഷ്യനും ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും, ദുരാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഈരണ്ടായിട്ട് യേശു പത്രോസിനെ അയച്ചു അല്ലേ? അവിടെയെല്ലാം വില്ലേജുകളിൽ പോയി പത്രോസ് ഒരു അത്ഭുതം ചെയ്തു. അപ്പോഴും എന്ത് നടക്കുമെന്നറിയാവോ? അവൻ കാണാത്ത ലോകത്ത് അവന് വേണ്ടി പിശാച് വാദിക്കുകയാണ്. അവൻ ഉറങ്ങുമ്പോൾ പിശാച് അവന് വേണ്ടി വില പറയുകയാണ്. അവൻ വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ അവനെ തകർത്ത് കളയാൻ ഒരു വ്യാപാരം പത്രോസിന് വിലയിടുകയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ ചിന്തിക്കരുത് സാത്താൻ ഉറങ്ങുകയാണെന്ന്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പിശാച് നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല എന്ന്. നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സാത്താൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്കെതിരെ ചില യുദ്ധങ്ങൾ ആത്മീക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ നാം അറിയാതെ ചില യുദ്ധങ്ങളെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ച്, ദൈവം തന്നെ ദൂതന്മാരെ അയച്ച്, നാം അറിയാതെ ചില യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യുകയാണ്. പല യുദ്ധങ്ങളുടെ മേലും ദൈവം നമുക്ക് ജയം തരികയാണ്. നിങ്ങൾക്കറിയാമോ, യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലേ? ഞാൻ വാക്യമൊന്നും എടുക്കുന്നില്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം. യോശുവ നിൽക്കുന്നത് ഇയ്യോബ് ദൈവസന്നിധി നിൽക്കുന്നത്. ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയുമായി നിൽക്കുമ്പോൾ ആര് കയറി ചെന്നു? സാത്താൻ കയറി ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുകയാണ്, ഇയ്യോബിനെ ഒന്ന് വിട്ടുതാ. താഴെ എന്നാ നടക്കുക? പറഞ്ഞേ, താഴെ എന്നാ നടക്കുക? മക്കൾക്ക് വേണ്ടി ഇയ്യോബ് ഇടിവിൽ നിൽക്കുകയാണ്.
മക്കൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിക്കുക. അവൻ വിശുദ്ധനായി നിൽക്കുകയാ, അവൻ നീതിമാനായി നിൽക്കുകയാ, അവൻ ദൈവത്തെ വിളിക്കുന്നവനാ. പക്ഷെ സ്വർഗത്തിൽ മറ്റൊരു യുദ്ധം നടക്കുകയാണ്. ഇയ്യോബിന് വേണ്ടി സാത്താൻ വില പറഞ്ഞിട്ട് പറയുകയാണ്, അവനെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലോട്ടൊന്ന് താ, അവൻ്റെ വേലി ഞാനൊന്ന് പൊളിക്കട്ടെ, അവൻ്റെ കുടുംബത്തെ ഞാനൊന്ന് തകർക്കട്ടെ, അവൻ്റെ ശരീരത്തെ ഞാനൊന്ന് നശിപ്പിക്കട്ടെ, അവൻ്റെ തലമുറകളെ ഞാനൊന്ന് കൊന്നുകളയട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് നാം അറിയാതെ അദൃശ്യ സ്ഥാനങ്ങളിൽ, അന്ധകാര ലോകങ്ങളിൽ നമുക്ക് വിരോധമായി നമ്മളിലുള്ള കൃപകളെ നഷ്ടമാക്കാൻ, നമ്മളെ ശുശ്രൂഷയിൽ നിന്ന് ഇല്ലാതാക്കാൻ, ഈ അമേരിക്കൻ പട്ടണത്തിൽ നമ്മുടെ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ, ഈ അമേരിക്കൻ പട്ടണത്തിൽ നിന്ന് നമ്മളെ ഓടിച്ചില്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുവാൻ എത്രയോ പ്രാവശ്യം നാം അറിയാതെ നമുക്ക് വിരോധമായി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. യോശുവ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, യോശുവയോടൊപ്പം സാത്താനും യഹോവയുടെ സന്നിധിയിൽ നിന്നു. യോശുവയുടെ വസ്ത്രത്തിന് കറ പറ്റിയെന്ന് പറഞ്ഞ് യോശുവയ്ക്ക് വിരോധമായി വിരൽ ചൂണ്ടുന്ന ഒരു സാത്താൻ. അതെ, സ്വർഗീയ സ്ഥലങ്ങളിലും ദൈവസഭയ്ക്കെതിരെയാണ് പിശാചിൻ്റെ നോട്ടം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്കെതിരെയാണ് പിശാചിൻ്റെ നോട്ടം. ദൈവത്തിൻ്റെ പ്ലാനുകൾ ഉള്ളവനെതിരെയാണ് പിശാചിൻ്റെ നോട്ടം. പത്രോസിനെ വിട്ടുതാ, ഞാൻ അവനെ ഗോതമ്പ് പോലെ പാറ്റിക്കളയട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് കൃപയാലാണെന്ന് മറന്നു പോകരുത്. ഇന്ന് ഈ ആലയത്തിൽ വന്നിരിപ്പാൻ ഒരുപക്ഷെ കുറച്ചു പേര് മാത്രമായിട്ട് നമ്മളിവിടെ വന്നു. നാളെ ഈ ആലയം നിറയും. നാളെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അധികമായി വെളിപ്പെടും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ ഇവിടെ വിട്ടുപോകും, ഇവിടെ നടക്കാൻ മേലാത്തവർ നടക്കും, അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. പക്ഷെ ഒറ്റ കാര്യം, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് പാറ്റിക്കളയാൻ പത്രോസ് നിന്നാൽ അത് സാത്താന്റെ രാജ്യത്തിന് അപകടമാണ്. പത്രോസ് വളർന്നു വന്നാൽ അവൻ സാത്താന്റെ രാജ്യത്തിന് അപകടമാണ്. അതുകൊണ്ട് പിശാച് പറഞ്ഞു, ഇവൻ വളരരുത്, ഇവൻ ഉയരരുത്, ഇവന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈമാറരുത്, ഇവൻ പെന്തക്കോസ്ത് നാളിൽ കാണരുത്. അതിനു മുമ്പ് എനിക്ക് ഇവനെ തകർക്കണം. ദൈവത്തിന്റെ ഉദ്ദേശം ഒരു വശത്ത് കിടക്കുമ്പോൾ, ദൈവത്തിന്റെ പ്ലാനുകൾ ഒരു വശത്ത് കിടക്കുമ്പോൾ, അത് നമ്മൾ വെളിപ്പെടുന്നതിന് മുമ്പ്, സമയത്തിന് മുമ്പ് നമ്മളെ തകർത്ത് കളയുന്ന ഒരു വ്യാപാരം. എന്നാൽ യേശു പറയാണ്, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ഞാൻ പിതാവിനോട് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. You know that you may not fall down. നമ്മളെല്ലാ യുദ്ധങ്ങളും കണ്ടാലും കണ്ടില്ലെങ്കിലും നമുക്ക് വിരോധമായി അദൃശ്യ സ്ഥാനങ്ങളിൽ ചില യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. Peter is already busy, Peter is busy with the small fights. എന്താ ഈ സ്മോൾ ഫൈറ്റ്സ് എന്ന് പറയുന്നത്? പത്രോസിന് യേശുവിന് വേണ്ടി വാളെടുക്കാൻ വേണ്ടി അവൻ വാൾ തേച്ചുകൊണ്ടിരിക്കുക. യേശുവിന് വരാൻ പോകുന്ന അറസ്റ്റിൽ നിന്ന്, ശ്രദ്ധിച്ച് കേട്ടെ, യേശുവിന് വരാൻ പോകുന്ന അറസ്റ്റിൽ നിന്ന് ആരെ രക്ഷിക്കണം? യേശുവിനെ രക്ഷിക്കണം അല്ലേ? പത്രോസ് എന്നാ പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി പോലും ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പത്രോസ് ഈസ് ബിസി വിത്ത് സേവിങ് ജീസസ് മിനിസ്ട്രി, And Peter is busy with having, catching hold of the position to sit either left or right of Jesus. യേശുവിൻ്റെ ഇടത്തോ വലത്തോ എവിടെങ്കിലും ഇരിക്കാൻ യോഹന്നാനോ യാക്കോവോ കയറി ഇരിക്കുമെന്ന് പേടിച്ചിട്ട്, യേശുവിൻ്റെ വലത്തും ഇടത്തും യോഹന്നാനോ യാക്കോവോ കയറി ഇരിക്കുമെന്ന് പേടിച്ചിട്ട് പത്രോസ് എന്നെ ചെയ്യാന്നറിയാമോ? എങ്ങനെയെങ്കിലും അതിനു മുമ്പ് യേശുവിൻ്റെ അടുത്ത് കയറി ഇരിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിലാണ്. എന്നാൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യം എന്നറിയാമോ? നമ്മൾ ചെറിയ യുദ്ധങ്ങളിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ ബിസിയാണ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് നമ്മുടെ ശത്രു യൂദയാണെന്ന്. നമ്മുടെ കാഴ്ചയിൽ പത്രോസിന്റെ കാഴ്ചയിൽ യൂദ ശത്രുവാണ്. പത്രോസിന്റെ കാഴ്ചയിൽ യോഹന്നാൻ ശത്രുവാണ്. കാരണം എന്താ? ഇവൻ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് അനുവാദം ചോദിച്ചു. യോഹന്നാൻ നമ്പർ റെക്കമെൻഡേഷന് വേണ്ടി വന്നു. പത്രോസിന്റെ കണ്ണിൽ റോമ ഗവൺമെന്റ് അവന്റെ ശത്രുവാണ്. പക്ഷെ യേശുവിന്റെ കണ്ണിൽ ശത്രു ഒന്നേ ഉള്ളൂ, അത് സാത്താനാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ള വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ ലോകത്തിന്റെ അധിപതികളോടാണ്. നമ്മുടെ കണ്ണു തുറന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ശത്രുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. Many a times Satan is so cunning, Satan is so tactic. അവൻ നമ്മളെ ബിസിയാക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ കൺമുമ്പിൽ നമ്മളെ ബിസിയാക്കും.
നമുക്കൊരിക്കലും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവൻ അവസരം തരികയില്ല. നമുക്കൊരിക്കലും ഉപവസിപ്പാൻ സമയം തരികയില്ല. We will be so busy that we don't have any time to separate for the Lord. നമ്മൾ ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ തിരക്കാ. നമ്മൾ എന്നാൽ ദൈവം പറയാണ്, അല്ല, നിനക്ക് വിരോധമായി നടക്കുന്ന യുദ്ധങ്ങളെ ജയിക്കണമെങ്കിൽ നീ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം, നിന്റെ കണ്ണു തുറക്കപ്പെടണം. ഒന്നാമത് ഞാൻ പറഞ്ഞ ദൂത് ഇതാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പോലും സാത്താന് നമ്മൾക്കെതിരെ വില പറയാം. രണ്ടാമത് ഞാൻ പറഞ്ഞ സന്ദേശം ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ ചെറിയ യുദ്ധങ്ങളിൽ തിരക്കായി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് അദൃശ്യ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് കാണാനായിട്ട് കഴിയുകയില്ല. ടു ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ അതർ സൈഡ്, അവർ സ്പിരിച്വൽ ഐസ് ഷുഡ് ബി ഓപ്പൺ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? I think in verse 31 only. Satan ninne, and the Lord said, Simon, Simon, behold, Satan has desired to have you, that he may sift you as a wheat, but I have prayed for you. ഒന്ന്, Satan have desired. രണ്ട്, I have prayed. ഇത് രണ്ടും പ്രസന്റ് ടെൻസ് ആണോ? അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. സാത്താൻ കൽപ്പന ചോദിച്ചു. രണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെപ്പം നടന്നതാ? പറഞ്ഞേ. ഇന്നലകളിൽ നടന്നതാ, ഇന്ന് നടക്കുന്നതല്ല. ഇന്നലകളിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നേ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. പത്രോസിന് ഒരിക്കലും അറിയില്ല ഇന്നലകളിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത്. പക്ഷെ പത്രോസ് യേശുവിനോട് കൂടെ കിടന്ന് ഉറങ്ങുമ്പോഴും യേശു പത്രോസിന് വേണ്ടി ആത്മിക യുദ്ധം ചെയ്യുന്നെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്നവൻ ജീവനോടെ നിൽക്കുന്നതിൻ്റെ കാരണമാണ് ദൈവം പറഞ്ഞേ. സാത്താൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. സാത്താൻ വില പറഞ്ഞപ്പോൾ ഞാൻ അവനെ തടഞ്ഞു. ഇന്ന് എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാൻ ഈ സഭയോടുണ്ട്. 2024 തീരുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിൽ എത്രയോ യുദ്ധങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. നമ്മളറിയാതെ എത്രയോ പ്രാവശ്യം നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളറിയാതെ എത്രയോ പ്രാവശ്യം വാഹന അപകടങ്ങളിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മൾ വാഹനം ഓടിച്ചപ്പോൾ നമ്മളെ ഉറക്കിക്കളയാൻ, നമ്മുടെ കുടുംബജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ എത്രയോ പ്രാവശ്യം നമ്മൾ പല യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം നമ്മൾ പല യുദ്ധങ്ങൾ കടന്നുപോയിരിക്കുന്നു. പക്ഷെ യേശു ഇന്ന് പറയുകയാണ്, പലതും നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്കെല്ലാം അറിയാമായിരുന്നു. നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ യുദ്ധങ്ങളെക്കുറിച്ച് എനിക്കറിയാം. നീ ഉറങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം, യേശുപ്പച്ച, ഞാൻ ചെയ്തത് കൊണ്ടല്ല യുദ്ധം ജയിച്ചത്, നീ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ടാ. ഞാൻ ഉപവസിച്ചത് കൊണ്ടല്ല എൻ്റെ യുദ്ധങ്ങൾ ഞാൻ ജയിച്ചത്, നീ എനിക്ക് വേണ്ടി കരഞ്ഞതുകൊണ്ടാ. കാരണം എബ്രായ പുസ്തകം പറയാണ്, ദൈവം നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യാൻ ഒരു മഹാപുരോഹിതനായി നാം അറിയാതെ യേശു നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. ഇന്ന് രാത്രിയും അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷവും നാം അറിയാതെ എത്രയോ യുദ്ധങ്ങളെ, എത്രയോ അപകടങ്ങളെ, എത്രയോ രോഗങ്ങളെ, എത്രയോ പ്രതിസന്ധികളെ, എത്രയോ മാനസിക ഭാരങ്ങളെ ദൈവം നമ്മൾ ഇന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ ചിലത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിനെ ജയിപ്പിച്ചവൻ നാളെ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളിലും ദൈവം നമ്മളെ ഉറപ്പോടെ നിർത്തും. ദൈവം നമ്മളെ ബലത്തോടെ നിർത്തും. കാരണം അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. പത്രോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, വീണ്ടും ഞാൻ ആ വാക്യത്തിൽ തന്നെ വരികയാണ്. പത്രോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, പത്രോസിനെ കുറിച്ച് എന്നാ ചോദിച്ചേ? എനിക്ക് പത്രോസിൻ്റെ ശുശ്രൂഷ തരാവോ എന്നല്ല, എനിക്ക് പത്രോസിൻ്റെ ഭാര്യയെ തരാവോ, ഞാൻ അവളെ നശിപ്പിക്കാമെന്നല്ല, പത്രോസിൻ്റെ വീട്ടിലുള്ള സ്വർണം തരാവോ എന്നല്ല, ഹല്ലേലൂയ, പത്രോസിൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവിനെ തരാവോ എന്നല്ല, പത്രോസിൻ്റെ മീൻ പിടിക്കുന്ന വല തരാവോ എന്നല്ല. ആമേൻ. സാത്താൻ ചോദിച്ചത് നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചേ എന്ന് പറഞ്ഞാൽ എന്താ? Satan was demanding for his life. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്? നമ്മുടെ സമ്പത്താണോ? അല്ല. നമ്മൾ ഓടിക്കുന്ന കാറാണോ? നമ്മൾ പാർക്കുന്ന വീടാണോ? നമുക്ക് ഗവൺമെൻറ് വെച്ച് നീട്ടിയ ജോലിയാണോ? ഒറ്റയിടിക്ക് തകർന്നു പോകുന്ന വീടുകളാണോ? ഇതൊന്നുമല്ല നമ്മുടെ സമ്പത്ത്. നമ്മൾ അതിനെ വലുതായി കാണുമ്പോൾ ആമേൻ, സാത്താൻ അറിയാം നമ്മുടെ അകത്തിരിക്കുന്ന വിലയുള്ളത് എന്താണെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ വിലയുള്ളതായി കാണുന്നത് നമ്മുടെ കൈ കിട്ടുന്ന പണമാ. നമ്മൾ വിലയുള്ളതായി കാണുന്നത് ഈ രാജ്യത്ത് നമ്മൾ ഓടിക്കുന്ന വാഹനമാ, നമ്മൾ പാർക്കുന്ന വീടാ, നമ്മുടെ ജോലിയാ. പക്ഷെ സാത്താൻ പറയാണ്, എനിക്ക് പത്രോസിന്റെ ജോലി വേണ്ട, എനിക്ക് പത്രോസിന്റെ വീട് വേണ്ട, എനിക്ക് പത്രോസിന്റെ സമ്പത്ത് വേണ്ട, എനിക്ക് പത്രോസിന്റെ സൗന്ദര്യം വേണ്ട, പക്ഷെ എനിക്ക് അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനെ, അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശുശ്രൂഷയെ, അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ എനിക്ക് തരയണം.
ഇന്ന് രാത്രി പിശാച് നിങ്ങളെ പറ്റിക്കരുത്, സാത്താൻ നിങ്ങളെ വഞ്ചിക്കരുത്. നമ്മൾ ഈ ലോകത്തിന്റെ ചിലതിന് വേണ്ടി ഓടി നടക്കുമ്പോൾ സാത്താൻ ചോദിക്കുന്നത് നമ്മളിൽ വിലയുള്ളത് ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ ആത്മാവാ. നമ്മളിൽ വിലയുള്ളത് ഒന്നേ ഉള്ളൂ, അത് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകമാ. അതിനുവേണ്ടി സാത്താൻ വില പറയുമ്പോൾ എത്ര പേര് പറയും, യേശുവേ നീ തന്ന എല്ലാത്തിനേക്കാൾ നിന്റെ ആത്മാവിനെ ഞാൻ വിലയുള്ളതായി കാണുന്നു. നീ ഈ ലോകത്തിൽ എനിക്ക് തന്ന എല്ലാത്തിനേക്കാൾ, നീ തന്ന അഭിഷേകത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു. നീ തന്ന എല്ലാത്തിനേക്കാൾ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന് ഞാൻ വില കൽപ്പിക്കുന്നു. I know that you have given me the spirit, that is the precious thing in me. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് ആത്മാവാ. പത്രോസിനെ കുറിച്ച് ചോദിച്ചത് അവനെ തരാനാ, അവൻ്റേത് തരാനല്ല. പത്രോസിനെ താ, അവനെ എനിക്ക് താ, ഞാൻ അവനെ നശിപ്പിക്കട്ടെ. നമ്മൾ എൻ്റേത് എന്ന് പറയുമ്പോൾ സാത്താൻ പറയാ നിൻ്റേത് എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനെതിരെയാണ് സാത്താൻ വില പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അവന് വേണ്ടത്, നിങ്ങളുടെ ആത്മാവിനെയാണ് അവന് വേണ്ടത്. എന്നാൽ 2024 ജീവനോടെ നമ്മെ ശേഷിപ്പിച്ചെങ്കിൽ കർത്താവ് പറയാണ് 2025 അടുത്ത വർഷത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നീ ഏറ്റവും വിലയുള്ളതായി കാണേണ്ടത് നിന്റെ ആത്മിക ജീവിതത്തെ ആയിരിക്കണം. നീ ഏറ്റവും വിലയുള്ളതായി കാണേണ്ടത് നിന്റെ പ്രാർത്ഥന വരത്തെ ആയിരിക്കണം. നീ ഏറ്റവും വിലയുള്ളതായി കാണേണ്ടത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ആയിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, എന്തു വില കൊടുത്തും നിങ്ങളുടെ മേൽ പകർന്നതിനെ നഷ്ടമാക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരു കാറ് പോയാൽ നമുക്ക് കാറ് മേടിക്കാം, ഒരു വീട് പോയാൽ നമുക്ക് വേറൊരു വീട് മേടിക്കാം. പക്ഷെ അകത്ത് പകരപ്പെട്ട ദൈവകൃപ നഷ്ടമായാൽ, നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവ് നഷ്ടമായാൽ, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന കാഴ്ചപ്പാട് പോയാൽ, നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന വിശ്വാസം നഷ്ടമായാൽ, നമ്മുടെ വിളിയിൽ നിന്ന് നാം തകർന്നു പോയാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾ ഓർത്തോണം. ഹല്ലേലൂയ. എൻ്റെ അധ്യാപകൻ എപ്പോഴും പറയുന്നത് പോലെ, നീ ദൈവത്തോട് ചേർന്നാണ് നടക്കുന്നതെങ്കിൽ ഒരാന ചവിട്ടിയാലും നീ മരിക്കയില്ല. അല്ല, നീ ദൈവത്തെ വിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ, ഒരു കൊതുക് കുത്തിയാൽ നിന്റെ ജീവിതം തീരും. ഒരൊറ്റ കൊതുക് മതി ഒരു ജീവൻ എടുക്കാൻ. പക്ഷെ ദൈവത്തോടൊപ്പം ഒരുത്തൻ നടക്കാൻ തുടങ്ങിയ ഒരാന ചവിട്ടിയാലും നീ മരിക്കയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മളിൽ പകർന്നിരിക്കുന്ന വിലയുള്ളതിനെ സാത്താൻ വില പറയുമ്പോൾ ഇന്ന് രാത്രി യേശുവിനോട് ചേർന്ന് പറയണം, അപ്പച്ചാ ബാക്കി എല്ലാം പോയാലും എന്നിൽ പകർന്ന കൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ലപ്പാ, അതെനിക്ക് തിരിച്ചു തരണം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ദൈവം പത്രോസിന് വേണ്ടി വില പറഞ്ഞു പ്രാർത്ഥിച്ചു, ഒക്കെ ശരിയാ. പക്ഷേ പത്രോസ് പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഗദസമനിലെ പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗദസമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാൻ സൈന്യങ്ങളെല്ലാം ഓടി വന്നു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? വാളെടുത്തു, ശതാധിപൻ്റെ ദാസന്റെ കാത് അറുത്ത് കളഞ്ഞു. ദൈവം ആഗ്രഹിച്ചതൊന്നും അല്ലായിരുന്നു ഇത്, ദൈവം പറഞ്ഞിട്ട് ചെയ്തതുമല്ല. പക്ഷേ വളരെ ഭാരനിമിത്തം, വേദന നിമിത്തം, ആത്മാവിൻ്റെ ആവേശ നിമിത്തം പത്രോസ് ആരെ വെട്ടി? ദാസന്റെ കാത് അറുത്ത് കളഞ്ഞു. എന്തിനാ പത്രോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നറിയാവോ? എന്തിനാ ചെയ്യിപ്പിച്ചതെന്നറിയാവോ? പത്രോസ് വാളെടുത്ത് പട്ടാളക്കാരൻ്റെ കാത് വെട്ടിയാൽ പിറ്റേ ദിവസം പത്രോസ് എവിടെ പോകും? ജയിലിൽ പോകും. ഒരുപക്ഷെ ക്രൂശിക്കത്തൊന്നുമില്ലായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പീറ്റർ മേ ഹാവ് ടു ഫേസ് ദ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ എന്ത് സംഭവിക്കും? പത്രോസ് അകത്ത് പോകും. യേശുവോ കാൽവരി ക്രൂശിലേക്ക് പോകും. സാത്താൻ ജയിച്ചോ? ജയിച്ചു. ക്രൂശീകരണം നടക്കുന്ന ദിവസം രാവിലെ, വെള്ളിയാഴ്ച, ലോകം മുഴുവൻ കാണുകയാണ്. വെള്ളത്തിന്മേൽ നടന്നവൻ, അപ്പം വിതരണം ചെയ്തവൻ, ഭൂതങ്ങളെ പുറത്താക്കിയവൻ, ഹല്ലേലൂയ, രോഗശാന്തി നടത്തിയവൻ, മരിക്കാൻ തയ്യാറായവൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ യേശുവാണെന്ന് എല്ലാവരും കാണുക വിളിച്ചു പറഞ്ഞവൻ ഇപ്പോൾ എവിടെ കിടക്കുക? അവൻ കിടക്കുന്ന സെൻട്രൽ ജയിലിൽ. അവൻ പിൻപറ്റിയ യേശുവോ കാൽവരി ക്രൂശിൽ. ആഹാ, ദൈവം യേശു ക്രൂശിലും അവൻ്റെ ശിഷ്യൻ ജയിലിലും കിടന്നാൽ എന്തൊരു സുഖമായിരിക്കും. അപ്പോൾ സാത്താൻ്റെ പ്ലാൻ വിജയിച്ചോ?
വിജയിച്ചു. ഒരിക്കലും ഇവൻ പുറത്തു വരികയില്ല. റോമ ഗവൺമെന്റ് ഇവനെ പുറത്തു വിടുകയില്ല. അവൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈമാറിയിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇവൻ എവിടെ പോകും? ജയിലിൽ പോകും. ഹീ ഷുഡ് ബി ഇംപ്രിസൻഡ്. അതോടുകൂടെ സാത്താന്റെ പദ്ധതി വിജയിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് വലിയ പ്ലാനുകൾ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ എവിടെ എത്തിക്കണം എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരായി തീരണം എന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ സാത്താൻ നിങ്ങളെ വീഴ്ച കളയുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ പരീക്ഷിക്കുകയും അരുതാത്തത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും അരുതാത്തത് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മിടുക്കനായി എന്ന് നിങ്ങൾക്ക് തോന്നിയ ആവേശത്തിന്റെ പുറത്ത്, ആവേശത്തിന്റെ പുറത്ത്, കോപത്തിന്റെ പുറത്ത് ചിലതൊക്കെ ചെയ്യുമ്പോ ഗെത്സമനത്തോട്ടത്തിൽ വാളെടുത്തു. അവൻ വെട്ടി, കാത് താഴെ വീണു. പക്ഷെ പത്രോസിന് അറിഞ്ഞുകൂടാ, നാളെ എന്നേക്കുമായി ഒരു ശുശ്രൂഷകൻ അകത്തു പോകാൻ പോകുകയാണ്. ഒരു ശുശ്രൂഷകൻ ജയിലിൽ പോകാൻ പോകുകയാണ്. അവന്റെ ശിഷ്യന്റെ ശുശ്രൂഷ തീരാൻ പോകുകയാണെന്ന് പത്രോസിന് അറിയത്തില്ല. പക്ഷെ യേശുവിനറിയാം. ഹലോ, ചിലയിടങ്ങളിൽ നിങ്ങളെ പരാജയപ്പെടുത്തിയത് യേശുവാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിലയിടങ്ങളിൽ നിങ്ങളെ പരാജയപ്പെടുത്തിയത് യേശുവാ. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ നിങ്ങളെ നാണം കെടുത്തിയതും യേശുവാ. ചില ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞതും യേശുവാ. ചില വേദികൾ നിങ്ങൾക്ക് കിട്ടാതെ പോയതും അത് യേശു കാരണമാ. കാരണം നമ്മൾ നമ്മുടെ നാളുകളെ കാണാതിരിക്കുമ്പോൾ യേശുവിനെ നമ്മുടെ നാളുകളെ അറിയാം. ഹല്ലേലൂയ. വാളെടുത്ത് ആവേശത്തിന്റെ പുറത്ത് വാളെടുക്കുന്ന ചെറുപ്പക്കാരനായ പത്രോസ്, അവൻ വെട്ടിയാൽ ഒരുപക്ഷെ തലമുറിയും, അല്ലെങ്കിൽ കാതുമുറിയും. അതോടുകൂടി അവൻ പിടിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങൾ സാത്താന്റെ കണികളിലും കുടുക്കുകളിലും പിടിക്കപ്പെടാതിരിക്കേണ്ടതിന് എത്രയോ പ്രാവശ്യം നിങ്ങളെ ദൈവം വഴി മാറ്റി വിട്ടു. എത്രയോ പ്രാവശ്യം ദൈവം നിങ്ങളെ റൂട്ട് തിരിച്ചു വിട്ടു. എത്രയോ പ്രാവശ്യം മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങൾ നിന്ദിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവം ഈരിച്ചെവി അറിയാതെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു തന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾക്കായി സ്തോത്രം, അകന്നുപോയ ബന്ധങ്ങൾക്കായി സ്തോത്രം, എടുത്തു മാറ്റപ്പെട്ട വേദികൾക്കായി സ്തോത്രം. ചിലതിനെയൊക്കെ ദൈവം തട്ടിമാറ്റിയതിനായി സ്തോത്രം. കാരണം ഞാൻ അപമാനിക്കപ്പെടേണ്ടതിന് പകരം യേശു എനിക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടു. ഗെത്സമന തോട്ടത്തിലും അവൻ്റെ പ്രതിസന്ധി തീരുന്നില്ല. അവൻ വാളെടുത്ത് കാത് അറുക്കുകയാണ്. പിന്നെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 12 പരീക്ഷ അവനെ വിട്ടുമാറുന്നില്ല. ആക്സ് ചാപ്റ്റർ 12 അകത്തും എടുക്കേണ്ട വാക്യങ്ങൾ. ആക്സ് ചാപ്റ്റർ 12 അകത്തും പ്രതിസന്ധി മാറുന്നില്ല. ഹേരോദാവ് അവൻ്റെ ജീവന് വേണ്ടി വില പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12 4 സേവകന്മാരെ നിർത്തി 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞിട്ട് 3-ാം കാവലിൻ്റെ അകത്ത് പത്രോസിൻ്റെ കാല് അപ്പോസ്തല പ്രവൃത്തി 12 ആമത്തിലിട്ടിരിക്കുക. എന്തിനു വേണ്ടി ആമത്തിലിട്ടിരിക്കുന്നത്? എങ്ങാനും പത്രോസ് ഓടിപ്പോയി രക്ഷപ്പെട്ടാൽ ഹേരോദിന്റെ പ്ലാൻ നടക്കത്തില്ല. സാത്താൻ വില പറഞ്ഞിട്ട് നടക്കാതെ വന്നപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന നിമിത്തം പത്രോസിന്റെ യുദ്ധം മാറിപ്പോയപ്പോൾ ഇപ്പം വേറൊരാൾ യുദ്ധത്തിനിറങ്ങി തിരിച്ചിരിക്കുക. അവന്റെ പേരാണ് ദ കിങ് ഹേരോദ. രാജാ ഹേരോദാവിന്റെയും ഏക ആഗ്രഹം ഇത്രയുള്ളൂ, നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ അവൻ ജയിലറയ്ക്കകത്ത് നിന്ന് പത്രോസിനെ കൊണ്ടുവരണം. അവന്റെ ജീവിതം എന്നേക്കുമായിട്ട് തീർന്നു പോകണം. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ ദൂതൻ ഇറങ്ങി 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും പൊട്ടിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ ഇന്ന് പറയുന്ന ദൂത് നിങ്ങൾക്ക് കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു കാലത്ത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ഒരു നാഴിക പോലും യേശുവിനോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയാതെ ഗെത്സമന തോട്ടത്തിൽ ഉറങ്ങിപ്പോയവനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12 വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, കാല് ആമത്തിലിട്ടാലും കൈ പൂട്ടിയാലും 3-ാമത്തെ അകത്തളത്ത് അവനെ തകർത്ത് ഒതുക്കാൻ ശ്രമിച്ചാലും അവന്റെ ജീവന് വിരോധമായി ഹേരോദാവ് വില പറഞ്ഞാലും ദൈവത്തിന്റെ ദൂതനിറങ്ങി അവനെ വിടുവിക്കുന്ന തരത്തിലേക്ക് പത്രോസിന്റെ ആത്മീയ ജീവിതം വളർന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ചൂട് പിടിച്ചിട്ട് നിങ്ങൾ കത്താൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന്. അവിടെയാണ് ആത്മീയ ജീവിതം മാറുന്നേ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയവൻ. എന്നാൽ കാരാഗ്രഹത്തിൽ പത്രോസ് പാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അവൻ ദൈവസന്നിധി നൃത്തം ചെയ്യുകയാണ്. അവൻ സമാധാനത്തോടെ അതിനുശേഷം ഉറങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം അവൻ അറിയാം ദൂതൻ വരും. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാത്താൻ എത്ര വില പറഞ്ഞാലും, പിശാച് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾക്ക് ദൈവത്തോടൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ
ചിന്തിക്കാത്ത നാഴികയിൽ, നിങ്ങൾ നനയ്ക്കാത്ത ദിവസങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ കല്ലറയ്ക്കകത്തേക്കും ആമേൻ ജയിലറയ്ക്കകത്തേക്കും നിങ്ങളായിരിക്കുന്ന ഇടത്തേക്കും അയക്കും നിങ്ങളെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. അപ്പം യേശു പറയുകയാണ്, പത്രോസേ, നിന്റെ ജീവന് നേരെ വില പറഞ്ഞു പിശാച്, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ യുദ്ധങ്ങളെ നമ്മളല്ല ജയിക്കുന്നത്, നമ്മുടെ യുദ്ധങ്ങളെ യേശുവാണ് ജയിക്കുന്നത്. ഒരിക്കലും നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ സാധ്യമല്ല പ്രിയരെ. നമ്മുടെ യുദ്ധങ്ങൾ നമുക്ക് പോരാടാൻ പറ്റുകയില്ല. പലപ്പോഴും നമ്മൾ എല്ലാ യുദ്ധങ്ങളെയും നമ്മുടേതായിട്ട് അങ്ങ് എടുക്കുക. പക്ഷെ നിങ്ങൾ ദൈവമകളാണോ, നിങ്ങൾ ദൈവദാസിയാണോ, ദൈവദാസനാണോ, യുദ്ധങ്ങൾ നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യഹോവയായി ദൈവം ഇസ്രായേലിനോട് പറയുക, യുദ്ധം യഹോവയ്ക്കുള്ളത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. നിങ്ങൾക്ക് ജയിക്കണമോ? ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളുടെ യുദ്ധങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കർത്താവിന് കൊടുക്കുക. ആമേൻ. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എല്ലാത്തിനെയും ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ നേരിടാമെന്ന് ആരും വിചാരിക്കരുത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യേശു പറയുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാരണം നിനക്കത് ജയിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ യുദ്ധങ്ങളെ നമുക്ക് ജയിക്കാൻ സാധ്യമല്ല. യേശുവിലൂടെ മാത്രമേ, യേശുവിന് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു പറയുകയാണ്, ലോകത്തിൽ നിന്ന്, 17-ാമത്തെ അധ്യായം പ്രാർത്ഥനയല്ലേ, യേശുവിൻ്റെ പ്രാർത്ഥനയാണ്, ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയാണ്, ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് സാത്താൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു വശം എന്നാണെന്നറിയാമോ? യേശു പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, നാം പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എല്ലാ പരീക്ഷകളും മാറിപ്പോകണമെന്ന് നിർബന്ധം ഇല്ല. എല്ലാ യുദ്ധങ്ങളും മാറിപ്പോകണമെന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷേ യേശു പ്രാർത്ഥിച്ചിട്ടും പത്രോസ് പരീക്ഷിക്കപ്പെട്ടു. പെട്ടോ ഇല്ലയോ? പെട്ടു. എവിടെ പരീക്ഷിക്കപ്പെട്ടു? ഗെത്സമന തോട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ യേശു പ്രാർത്ഥിച്ചത് പരീക്ഷ മാറിപ്പോകാനല്ല, അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാനാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചു ദാറ്റ് യു മേ നോട്ട് ഫോൾ ഫ്രം യുവർ ഫെയ്ത്ത്. പരീക്ഷ മാറിപ്പോകണം നിർബന്ധമില്ല. ജീവിതത്തിൽ പരീക്ഷകൾ വരും, ജീവിതത്തിൽ പ്രതിസന്ധി വരും. രോഗമില്ലാത്തൊരു ജീവിതമോ, സങ്കടമില്ലാത്തൊരു ജീവിതമോ, പരീക്ഷയില്ലാത്തൊരു ജീവിതമോ, ഫ്രിക്ഷൻസ് ഇല്ലാത്തൊരു ജീവിതമോ, ശത്രുക്കളില്ലാത്തൊരു ജീവിതമോ, അസൂയപ്പെടുന്നവരില്ലാത്തൊരു ജീവിതമോ ഒരു ദൈവവൈതൽ പ്രതീക്ഷിക്കരുത്. ഡേവിഡ് എന്താ പറയുന്നേ? നീ ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഹന്നയുടെ ജീവിതത്തിൽ പരീക്ഷിക്കുന്നവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോഹയുടെ ജീവിതത്തിൽ വിരൽ ചൂണ്ടുന്നവരുണ്ടായിരുന്നു, ഏലിയാവിന്റെ ജീവിതത്തിൽ വില പറയുന്നവരുണ്ടായിരുന്നു, യേശുവിന്റെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പരീക്ഷകളെല്ലാം മാറ്റാമെന്നല്ല യേശു പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നതിനാൽ നീ വിശ്വാസത്തിൽ നിന്ന് വീഴാതെ നിന്റെ പരീക്ഷ നിനക്ക് ജയിക്കാം. സങ്കടങ്ങളെല്ലായിടത്തും മാറിപ്പോയി എന്ന് വരികയില്ല. പക്ഷേ വിശ്വാസം വീണു പോകാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിപ്പാനിടയായി തീരും. നമ്മൾ പരീക്ഷകളില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കേണ്ടതിന് നമുക്ക് കൃപ തരുവാനാണ്. 2 കൊരിന്ത്യരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-9 പറയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോസ്റ്റൽ പോളാ പറയുന്നത്, എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് കഷ്ടമുണ്ട്. ശ്രദ്ധിച്ചേ, സകല വിധത്തിലും കഷ്ടമുണ്ട്, പക്ഷേ ഇടുങ്ങിയിരിക്കും ില്ല. ഹല്ലേലൂയ. ആമേൻ. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിരാശപ്പെടുന്നില്ല. ഉപദ്രവമുണ്ട്, പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുകയാണ്, പക്ഷെ നശിച്ചു പോകുന്നില്ല. എന്താ പ്രാർത്ഥിച്ചാലുള്ള ഗുണം? എന്താ സഭായോഗം അറ്റൻഡ് ചെയ്താലുള്ള ഗുണം? എന്താ മുട്ടുമടക്കിയാലുള്ള ഗുണം? എന്താ ചർച്ചിൽ വന്നാലുള്ള ഗുണം? പറയാം. നിരാശ ഉണ്ടാകും, കഷ്ടം ഉണ്ടാകും, ബുദ്ധിമുട്ട് ഉണ്ടാകും, ഉപദ്രവം ഉണ്ടാകും, വീണ് കിടക്കേണ്ടിയും വരും, പക്ഷെ നശിച്ചു പോകയില്ല. ഹല്ലേലൂയ. അതാ യേശു ഇവിടെ പറയുന്നത്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. പരീക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയല്ല. വിശ്വാസം പോകല്ലേ.
ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ വരവിൻ്റെ വാതിക്കലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്രയും താമസം നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. എന്നാൽ ഒറ്റ കാര്യം ഓർത്തോണം, അപ്പാ അന്ത്യനാൾ വരെയും വിശ്വാസത്തിൽ തന്നെ എനിക്ക് നിൽക്കണം. ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങിയോ എനിക്ക് അവിടെ ചെന്ന് അവസാനിപ്പിക്കണം. ഞാൻ എന്തു വിളി കേട്ട് ഇറങ്ങിപ്പോന്നോ എനിക്ക് അവിടെ ചെല്ലണം. ഹല്ലേലൂയ. ഞാൻ എന്ത് ആഗ്രഹത്തോടെ യേശുവിൻ്റെ പിന്നാലെ വന്നോ അവിടെ നിന്ന് എൻ്റെ ലക്ഷ്യം തെറ്റാൻ ഇടയാകരുത്. God is interceding for us that we may not fall from the faith. എന്തുകൊണ്ടാണ് യേശു വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? പത്രോസിൻ്റെ ശരീരം പോകല്ലേ എന്നൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. പത്രോസിനെ തല്ലിക്കൊല്ലല്ലേ എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ. പത്രോസ് എങ്ങനെയാ മരിച്ചേ? He was not beheaded, but he was crucified just like Jesus, but upside down, right? പത്രോസ് അങ്ങനെയല്ലേ മരിച്ചേ? പത്രോസ് നോർമൽ ഡെത്ത് ആയിരുന്നോ? ആരാ നോർമൽ ഡെത്ത് വരിച്ച ഒറ്റ ശിഷ്യൻ? യോഹന്നാൻ മാത്രമല്ലേ? ബാക്കി 11 പേരും രക്തസാക്ഷിയായില്ലേ? മാർട്ടിയർഡായില്ലേ? ദൈവത്തിന് വേണ്ടി ആയല്ലോ. യേശു പത്രോസിന്റെ ജീവൻ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാതെ എന്താണ് വിശ്വാസം പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചേ? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. യൂദായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്കിൽ പറയാണ്, ഫെയ്ത്ത് ഈസ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. എന്താണ് ഈ വിശ്വാസം ഇത്ര ബഹുമൂല്യമാകാൻ കാരണം? എന്താ വിശ്വാസം ഇത്ര മൂല്യമുള്ളതാകാൻ കാരണം? വൈ ഇറ്റ് ഈസ് സോ കോസ്റ്റ്ലി, ടു പ്രഷ്യസ്? വൈ? ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അതിവിശുദ്ധമായ ഒരു സാധനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഹലോ, അന്യഭാഷയേക്കാൾ, പ്രവചനങ്ങളെക്കാൾ, കൃപാവരങ്ങളെക്കാൾ, പാടാനുള്ള കഴിവിനേക്കാൾ, പ്രസംഗിക്കാനുള്ള കഴിവിനേക്കാൾ, അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള കഴിവിനേക്കാൾ, ചർച്ച് അറേഞ്ച് ചെയ്യാനുള്ള കഴിവിനേക്കാൾ, ഓഫീസിൽ മാനേജരാകാനുള്ള പ്രൊമോഷനേക്കാൾ നിങ്ങളുടെ അകത്ത് ഏറ്റവും വിലയുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് ആത്മാവ്. കഴിഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളിലെ അതിപ്രധാനത്തിന് ദാനത്തെക്കുറിച്ച് യൂദാ വിളിച്ചു പറയുകയാണ്. ഇതിൻ്റെ പേരാണ് അതിവിശുദ്ധ വിശ്വാസം. എല്ലാവരും പറഞ്ഞേ, അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ അകത്ത് പാപം കടന്നുകൂടിയിരിക്കുമ്പോൾ വിശുദ്ധമായിട്ട് ഒന്നേ ഉള്ളത് കാത്തു സൂക്ഷിച്ചോണം. അതിൻ്റെ പേരാണ് ഫെയ്ത്ത്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, വിശ്വാസം. ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന വിശ്വാസം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, വിലയേറിയ വിശ്വാസം. വാല്യൂ എന്താണെന്ന് പറയാൻ, മൂല്യം എന്താണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ വിലയുള്ളതാണ് വിശ്വാസം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, വിശ്വാസം. 1, അതിവിശുദ്ധ വിശ്വാസം. 2, വിലയേറിയ വിശ്വാസം. 3, യാക്കോബിൻ്റെ പുസ്തകം 2:17 പറയാണ്, ലിവിങ് ഫെയ്ത്ത്, ജീവനുള്ള വിശ്വാസം. എന്താ ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ഇതിന് ജീവനുണ്ട്. എവറിബഡി സേ ലിവിങ് ഫെയ്ത്ത്. എല്ലാവരും പറഞ്ഞേ, ജീവനുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. തല്ലിക്കൊന്നാലും വിശ്വാസം നിമിത്തം നമ്മൾ എഴുന്നേക്കും. ഓടിച്ചു വിട്ടാലും വിശ്വാസത്താൽ തിരിച്ചു വരും. നശിപ്പിച്ചു കളഞ്ഞാലും വിശ്വാസത്താൽ നമ്മൾ എഴുന്നേക്കോ ഇല്ലയോ? എല്ലാം തീർന്നെന്ന് ചിന്തിക്കുമ്പോഴും അകത്ത് ജീവിക്കുന്ന വിശ്വാസം നിമിത്തം നമ്മൾ എഴുന്നേൽക്കും. എന്താ വീണ് കിടന്നിട്ടും തകർന്നു പോകാത്തേ? എന്താ പോരാട്ടങ്ങളുണ്ടായിട്ടും പട്ടണത്തിൽ പിടിച്ചു നിർത്തിയേ? എന്താ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ട് കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയേ? എന്താ തലമുറകൾ അപകടത്തിൻ്റെ വഴിവക്കിലെത്തിയിട്ട് തിരിച്ചു വന്നേ? എന്താ ഇന്ന് രാത്രിയും തകർന്നു പോകാത്തെ? ഒറ്റ മറുപടിയേ ഉള്ളൂ, യുവർ ഫെയ്ത്ത് ഈസ് എ ലിവിങ് ഫെയ്ത്ത്. ഇറ്റ്സ് നോട്ട് എ ഡെഡ് ഫെയ്ത്ത്, ഇറ്റ്സ് എ ലിവിങ് ഫെയ്ത്ത്. ഫെയ്ത്ത് വിൽ മേക്ക് യു അലൈവ്. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തിന് നിങ്ങളെ കത്തിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തിന് നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തിന് വീണുപോയാലും പിന്നെ എഴുന്നേക്കും, വീണാലും പിന്നെ എഴുന്നേക്കും, കളിയാക്കിയാലും പിന്നെ എഴുന്നേക്കും, തകർന്നു പോയാലും പിന്നെ എഴുന്നേക്കും, രോഗിയായാലും പിന്നെ സൗഖ്യമാവും, പിന്നെ വന്ന് സാക്ഷ്യം പറയും. കാരണം ഇറ്റ്സ് എ ലിവിങ് ഫെയ്ത്ത്. ഹോളി സ്പിരിറ്റ് മേക്ക് ദ ഫെയ്ത്ത് ടു ലീവ് ഇൻ എ ഹാർട്ട്. 4-ാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 8:10 പറയാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. നമ്മുടെ അകത്തെ വിശ്വാസത്തെക്കുറിച്ച് പറയാം, വലിയ വിശ്വാസം. ഇത്ര വലിയ വിശ്വാസം. എന്താ യേശുവേ പത്രോസിൻ്റെ വിശ്വാസത്തെ മാത്രം പിടിച്ച് പ്രാർത്ഥിച്ചേ?
ജീവന് വേണ്ടി പ്രാർത്ഥിക്കാതെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കാതെ, വീടിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, എന്താ യേശുവെ വിശ്വാസത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചത്? ബൈബിൾ പറയുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. അവസാനമായിട്ട് 1 യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ് ഇറ്റ്സ് ആൻ ഓവർകമ്മിങ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ഇറ്റ്സ് ആൻ ഓവർകമ്മിങ് ഫെയ്ത്ത്. എന്താണ് ഓവർകമ്മിങ് ഫെയ്ത്ത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് കഴിവല്ല, അത് നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ്. ദൈവം നമ്മളിൽ വെച്ച വിശ്വാസത്താൽ നിങ്ങൾക്കും ജയിക്കാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം നിമിത്തം, എൻ്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന വിശ്വാസം നിമിത്തം എനിക്ക് എൻ്റെ യുദ്ധങ്ങളെ ജയിക്കാം. ഞാൻ യുദ്ധങ്ങളെ ജയിക്കുന്നത് കൃപയാലാണ്, വിശ്വാസത്താലാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ഈ 12 ശിഷ്യന്മാർ, മിടുക്കന്മാരായിട്ടുള്ള 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരൊറ്റ ആൾക്ക് വേണ്ടി സാത്താൻ വില പറഞ്ഞത്? സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന യൂദ എവിടെയുണ്ട്? പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ചങ്കിനോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ എവിടെയുണ്ട്? എന്തു പറഞ്ഞാലും ചാടിക്കേറി കർത്താവിനോട് ചെയ്യാൻ താല്പര്യമുള്ള അന്ത്രയോസ് അവിടെയുണ്ട്. ഇതെല്ലാവരും അവിടെ ഉണ്ടായിരിക്കേ, എടുത്തിയാട്ടക്കാരനായ, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, ഇമോഷണലി പെട്ടെന്ന് ഔട്ട് ബേസ്റ്റ് ആകുന്ന ഒരു ബലഹീനനായ പത്രോസിനോട് എന്താ സാത്താനെ നിനക്കിത്ര താല്പര്യം? 12 പേരെക്കുറിച്ച് വില ചോദിക്കാത്തവൻ പത്രോസിനെ കുറിച്ച് വില ചോദിച്ചു. ഇവനെ എനിക്ക് ഗോതമ്പ് പോലെ പാറ്റാൻ തരാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ ചിലർക്കെതിരെ അമ്പുകൾ കൂടുതൽ വരുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ യുദ്ധങ്ങൾ ചിലർക്ക് നേരെ അധികം വരുന്നത്? കൂട്ടുവിശ്വാസിക്കില്ലാത്ത വേദന, കൂട്ടു സഹോദരനില്ലാത്ത സങ്കടങ്ങൾ, കൂട്ടുവിശ്വാസി കടന്നു പോകാത്ത കുടുംബ പ്രശ്നങ്ങൾ, കൂട്ടത്തിൽ ഇരുന്ന് ആരാധിക്കുന്ന വ്യക്തി കടന്നു പോകാത്ത രോഗങ്ങൾ, ഹല്ലേലൂയ, കൂട്ടത്തിൽ കൈയടിച്ച് പാട്ടുപാടുന്നവർക്കില്ലാത്ത അസൂയ, ആമേൻ, കൂട്ടത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർക്കില്ലാത്ത മാനസിക വേദന, കൂടെ നടക്കുന്നവർക്കില്ലാത്ത കുടുംബ പ്രശ്നം. അതിന്റെ കാരണം എന്നെ ഞാൻ പറയട്ടെ, 12 പേരുടെ ഇടയ്ക്ക് ആമേൻ പത്രോസിന് വേണ്ടി മാത്രം ഇത്ര ഡിമാൻഡ്, ഇത്ര വില സാത്താൻ ഇടാൻ കാരണം എന്നാന്ന് പറയട്ടെ? കാരണം ഇതേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ യേശു പറഞ്ഞൊരു വാഗ്ദത്തം നിറവേറാൻ പോകുകയാണ് പത്രോസിലൂടെ. എന്താ വാഗ്ദത്തം? ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, പത്രോസേ, കണ്ടാലും ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് കൈമാറുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. 12 പേര് ചുറ്റും നിൽക്കെ ഒരു ബലഹീനനെ അടുത്തു വെച്ചിട്ട് 12 പേരും കേൾക്കെ യേശു പറയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. 11 പേർക്കും കിട്ടാത്ത ഒരു താക്കോൽ കൈമാറ്റം ആത്മാവിൽ യേശു പത്രോസിന് വേണ്ടി ചെയ്തപ്പോൾ സാത്താൻ പറയാണ്, താക്കോൽ കയ്യിലുള്ളവനെ എനിക്ക് വേണം. ഇവനെ വിട്ടാൽ ശരിയാകത്തില്ല. ഇവൻ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, ഇവൻ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കും, ഇവൻ സ്വർഗരാജ്യം തുറക്കും, അതിലൂടെ ഒരു കൂട്ടം ജനം മുഴുവൻ അവൻ സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടും എന്ന് ദൈവത്തിൻ്റെ മാൻഡിൽ അവൻ്റെ മേൽ വീണു, എന്നൊരു സ്പെഷ്യൽ അനോയിന്റിങ് അവൻ്റെ മേൽ വീണു. അന്നു മുതൽ ഇവൻ്റെ ജീവനെ പാറ്റാൻ ശ്രമം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവദാസ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവദാസി, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വിരോധമായിരിക്കും സാത്താൻ. നിന്റെ അകത്തൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കാനായിരിക്കും അവൻ്റെ ലക്ഷ്യം. നിന്റെ അകത്തൊരു പ്രാർത്ഥന വരം വീണിട്ടുണ്ടെങ്കിൽ നിന്നെ പ്രാർത്ഥന മുറിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിരിക്കും സാത്താൻ്റെ ശ്രമം. നിന്റെ അകത്ത് വചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ വിത്ത് വീണിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ബൈബിൾ എടുപ്പിക്കാതിരിക്കാനായിരിക്കും പിശാച് ശ്രമിക്കുന്നത്. നീ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നവളാണെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനായിരിക്കും പിശാച് ശ്രമിക്കുന്നത്. നീ മുഖാന്തരം നിന്റെ ഭർത്താവ് ശുശ്രൂഷക്കാരനാകുമെങ്കിൽ നീയും അവനും തമ്മിലുള്ള ബന്ധം നശിപ്പിക്കാനായിരിക്കും അവൻ സാത്താൻ ശ്രമിക്കുന്നത്. നിന്റെ തലമുറ മിഷനറി ആകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ അവരെ വഴിതെറ്റിക്കാനായിരിക്കും പിശാച് ശ്രമിക്കുന്നത്. അല്ലയോ പത്രോസേ, ബാക്കി 11 പേര് കിടന്നുറങ്ങുമ്പോ നിനക്ക് വേണ്ടി എന്തിനാ നീ കാണാത്ത അദൃശ്യ ലോകത്ത് ഒരു വിലപറച്ചിൽ നടക്കുന്നതെന്ന് അറിയാവോ? നിന്റെ കയ്യിലാണ് ദൈവം താക്കോൽ തന്നിരിക്കുന്നത്.
വളരെ കുറച്ചൊരു കൂട്ടത്തിൻ്റെ ഇടയോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി ബ്രേക്ക് ത്രൂവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൻ്റെ ബ്രേക്ക് ത്രൂവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൺഫസ്, ലെറ്റ്സ് കൺഫസ് ടുഗെദർ. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലിൻ്റെ താക്കോൽ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അപ്പൻ എന്നെ സഭയ്ക്കകത്ത് കയറ്റിയത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഷോപ്പിംഗ് മാളിലൂടെയോ കിടന്നുറങ്ങുകയോ ട്യൂഷനോ പാർട്ടിക്കോ കടന്നു പോയപ്പോൾ നിങ്ങൾ ഈ തണുപ്പത്ത് -17 -22 ഡിഗ്രി ഉള്ളപ്പോൾ നിങ്ങൾ ഈ അമേരിക്കൻ പട്ടണത്തിൽ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന്റെ താക്കോൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതൽ നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ തലമുറകളുടെ വിടുതൽ നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുകയാണ്. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നിന്നെ തന്നെ ലക്ഷ്യമിട്ട് പിശാച് ആമേൻ എഴുന്നേൽക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു, താക്കോൽ കയ്യിലുള്ളിടത്തോളം നിന്നെ തകർക്കാൻ പറ്റിയേക്കാം. But the faith which is working in you, that is an overcoming faith. ആമേൻ. മറികടക്കുന്ന ഒരു വിശ്വാസത്താൽ നിനക്ക് പോരുകളെ ജയിക്കാം. പത്രോസേ, സാത്താൻ നിങ്ങളെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നമ്മളറിയാതെ എത്രയോ യുദ്ധങ്ങൾ ആത്മീക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിന്ന് സഭയ്ക്കകത്തിരിക്കുമ്പോൾ ആകാശമണ്ഡലങ്ങളിൽ ആമേൻ, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ ലോകത്തിൻ്റെ അധിപതികളോടാണ്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടാണ്. ഇവരൊക്കെ ഇരിക്കുന്നത് ഭൂമിയിലല്ല. ഓൺലി 1/3 ഓഫ് ദ ഡിമോണിക് സ്പിരിറ്റ്സ് ആർ ഇൻ ദ വേൾഡ്. നിങ്ങൾ അറിയാതെ പോവല്ലേ? ആമേൻ. ദൈവം സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ടതിൽ, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം, ദൈവം സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ടതിൽ 1/3 മാത്രമേ ഇന്ന് ഭൂമിയിലുള്ള ദുരാത്മാക്കളുള്ളൂ. എന്നാൽ അതിൻ്റെ 2% എവിടെയാ? പൗലോസ് ആത്മാവിൽ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ആത്മനിയോഗത്തിൽ വിളിച്ചു പറയാണ്, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടാണ്. തീർന്നില്ല. അവസാനത്തെ പദം ആമേൻ, സ്വർലോകങ്ങളിലെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വർലോകങ്ങളിലെ സകല ദുഷ്ട ആത്മസേനയോടും അത്രേ. അഥവാ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു ചിന്ന പിശാചുക്കളാണെങ്കിൽ നമ്മൾ കാണാത്ത 2/3 എവിടെ താമസിക്കുന്നറിയാമോ? ആകാശ മണ്ഡലങ്ങളിൽ. 1 സ്വർഗത്തിലും 2 സ്വർഗത്തിലും, സ്വർഗത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആകാശ മണ്ഡലങ്ങളിൽ താമസിച്ച് ഒരു ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്താതിരിക്കേണ്ടതിന്, സ്വർഗത്തിലെത്തിയ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതിരിക്കേണ്ടതിന് ആരാ തടയുന്നേ? ആകാശമണ്ഡലങ്ങളിൽ കിടക്കുന്ന അദൃശ്യ ദുരാത്മാക്കളുടെ സേനകൾ തടയുക. അതുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചിട്ട് 20-ലധികം ദിവസം ദാനിയേലിന്റെ പ്രാർത്ഥന തടഞ്ഞു വെച്ചതല്ലേ? എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ പാർസി പ്രഭു എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം തടഞ്ഞു. നമ്മൾ കാണാതെ ചില ദുർവ്യാപാരങ്ങൾ അവൻ ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് വീട് തരണേ, കാറ് തരണേ, പൈസ തരണേ എന്നല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ എൻ്റെ ആത്മാവ്, എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. എൻ്റെ യുദ്ധങ്ങളെ ദൈവം ജയിക്കണം. എൻ്റെ ആത്മാവിന് വിരോധമായി ഉയരുന്നതിനെ ജയിക്കുവാൻ എനിക്ക് പ്രാപ്തി തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, യേശു പറയുകയാണ്, പരീക്ഷ ജീവിതത്തിൽ വന്നാലും നീ വീഴുകയില്ല. ആമേൻ. പ്രതിസന്ധി വന്നാലും നീ വീഴുകയില്ല. സാത്താൻ നിനക്കെതിരെ വില പറഞ്ഞാലും നീ വീഴുകയില്ല. കാരണം നിന്റെ വിശ്വാസത്താൽ യു വിൽ ഓവർകം. നിങ്ങൾ യുദ്ധങ്ങളെ ജയിച്ചിരിക്കും. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പത്രോസേ, നിന്നോട് എന്താ ഇത്ര നോട്ടം? ആമേൻ. സഹോദരി, കൂട്ടു സഹോദരിക്കില്ലാത്ത എന്താ നിനക്ക് ഇത്ര വേദന? ഹല്ലേലൂയ. കൂട്ടുവിശ്വാസിക്കില്ലാത്ത സങ്കടം എന്താ നിനക്ക്? ഹല്ലേലൂയ. മറ്റെല്ലാവർക്കും പ്രൊമോഷൻ കിട്ടി, നീ എത്ര പരിശ്രമിച്ചിട്ട് നിനക്കെന്താ കയറാൻ പറ്റാത്തേ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അല്ലയോ മകളെ, നിനക്ക് വേണ്ടിയുള്ള ബ്രേക്ക് ത്രൂവിൻ്റെ കീ ഞാൻ കൈമാറ്റം ചെയ്ത അന്ന് മുതൽ നിന്റെ വിടുതലിന് വേണ്ടിയുള്ള താക്കോൽ നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം, ആമേൻ, നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ വലുതായിരിക്കുന്നിടത്തോളം കാലം പിശാച് എപ്പോഴും വില പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിനക്ക് വിശ്വാസത്താൽ ജയിക്കാം. യേശുവിനോടൊപ്പം ഉണർന്നിരുന്ന് നമുക്കും അവനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാം. കാരണം യേശു നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പക്ഷപാതക്കാരനായി
യേശു ഇന്ന് രാത്രി പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. ഒരു നിമിഷം എല്ലാവരും അന്യഭാഷയിലൊന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചേ. അതിന് കൃപ കിട്ടിയവർ മാത്രം അല്പസമയങ്ങളൊന്ന് അന്യഭാഷയിൽ സംസാരിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ യുദ്ധങ്ങളെ എനിക്ക് ജയിക്കണം. ആമേൻ, ആമേൻ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ എൻ്റെ യുദ്ധങ്ങളെ ജയിക്കുവാൻ എനിക്ക് കൃപ തരണേ എന്ന് പറഞ്ഞ് ആമേൻ ശബ്ദം ഉയർത്തി. ആരും മിണ്ടാതെ പ്രാർത്ഥിക്കല്ലേ. ഹല്ലേലൂയ. ഇതൊരു CNI പള്ളിയല്ല, ഇതൊരു കത്തോലിക്ക പള്ളിയല്ല, ഇത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് പള്ളി ഇല്ലാഞ്ഞിട്ട് പോകുന്നവരല്ല, നമുക്ക് പള്ളിക്കകത്ത് ഫാൻ ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതല്ല, നമുക്ക് അച്ഛന്മാരില്ലാഞ്ഞിട്ട് വന്നല്ല. നമ്മൾ വീട് വിട്ടിറങ്ങിയത്, നമ്മൾ പാരമ്പര്യം വിട്ടിറങ്ങിയത് യേശുവിനെ ഉറക്കെ ഒന്ന് ആരാധിക്കാനാ. എല്ലാവരും വാതുറന്ന് അല്പസമയം യേശുവിനോട് പറഞ്ഞ്, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് നന്ദി, സ്വർഗത്തിലെ ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കുന്നതിന് നന്ദി, എൻ്റെ വിജയങ്ങൾക്കായി നന്ദി, എൻ്റെ യുദ്ധങ്ങളിൽ എന്നോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി യേശുവേ. എൻ്റെ വാക്കുകളെ ഈ നിമിഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിനോട് കൂടെ ഉണർന്നിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.